കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിന്ന് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴാൻ പറ്റുന്ന ഒരു കാഴ്ചയായ നിർമ്മാല്യ ദർശനം. അതായത് ഇന്ന് ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞിട്ട് ഉള്ള അതേ വിഗ്രഹത്തിൻ്റെ അതേ രൂപത്തെ മറ്റു പുണ്യാഹാദികളൊന്നും വരാതെ വരികയാണെങ്കിൽ നാളെ പുലർച്ചെ കാണുന്ന ആ ഒരു കാഴ്ചയ്ക്കാണല്ലോ നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത്. ഗുരുവായൂരിനെ സംബന്ധിച്ച് നിർമ്മാല്യ ദർശനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. കാരണം രാത്രി അത്താഴപൂജ കഴിഞ്ഞ് ഭഗവാനെ തൃപ്പുക കാണിച്ച് ഉറക്കി കിടത്തിയതിന് ശേഷം പിറ്റേന്ന് പുലർച്ചെ 3 മണിക്ക് കാണുന്ന ആ ഒരു കാഴ്ചയാണ് നിർമ്മാല്യ ദർശനം. അപ്പോൾ നമ്മൾ രാത്രിത്തെ തൃപ്പുകയൊക്കെ കഴിഞ്ഞ് ഭക്തരെയെല്ലാം പുറത്തായതിനു ശേഷം ഭഗവത് ചൈതന്യത്തെ ദേവകൾ വന്ന് പൂജിക്കുന്നു എന്നുള്ളൊരു സങ്കല്പം കൂടിയുണ്ട്. അപ്പോൾ അത് പ്രകാരം ഏറ്റവും പ്രധാനമായ ഒരു ദർശനമാണ് നിർമ്മാല്യ ദർശനം. ആ നിർമ്മാല്യ ദർശനത്തിനെ പറ്റിയിട്ട് പലരും അത് ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ കയറാമെന്നൊക്കെ ചോദിക്കുകയുണ്ടായി. മുൻപ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ വരികയും അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ അതിനെപ്പറ്റി ഒരു ചെറിയ വിശദീകരണം തരാണ്. അതായത് സാധാരണയായിട്ട് നിർമ്മാല്യ ദർശനത്തിന് നമുക്ക് ജനറൽ ക്യൂ ആണ് ഒന്ന്. ആ ജനറൽ ക്യൂ എന്ന് പറഞ്ഞാൽ മിക്കവാറും സമയങ്ങളിൽ ഒരുവിധം ദിവസങ്ങളിൽ ഏകദേശം 6:30-7 മണിയൊക്കെ ആവുന്ന സമയത്ത് തന്നെ വൈകുന്നേരം ഏകദേശം 8 മണി 9 മണിയുടെ ഉള്ളിലൊക്കെ ആദ്യത്തെ ക്യൂ കഴിഞ്ഞാൽ, പകൽ തൊഴുന്നത് അത്താഴപൂജ കഴിഞ്ഞാൽ ധാരാളം ഭക്തർ ക്യൂ നിൽക്കും. അങ്ങനെ ക്യൂ നിന്ന് 2 മണിയോടെ നമ്മളെ ആദ്യത്തെ ഇപ്പോഴത്തെ ക്യൂ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെയാണ്. അവിടുന്ന് 2 മണിയോടെ മെയിൻ ക്യൂവിലേക്ക് കടത്തിവിടും. മേൽപ്പത്തൂർ വഴി സാധാരണ ഉള്ള 16 വരിയിലേക്ക് കടത്തിവിടുകയും അവിടുന്ന് ആ ഭഗവത് ദർശനത്തിനുള്ള 3 മണിക്ക് അടിക്കുമ്പോഴേക്കും ഉള്ള അതെന്താ വെച്ചാൽ വളരെ കുറച്ച് പേർക്കാണ് ആ ഒരു സന്ദർഭം ലഭിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ 3 മണിക്കാണ് നട തുറക്കുക. അപ്പോൾ അതിൻ്റെ മുൻപ് ഉള്ള കുറച്ച് ആളുകളും കൂടി കയറുക. അപ്പോൾ മുഴുവൻ ആൾക്കും കിട്ടില്ല. പക്ഷേ ഇപ്പോൾ 3 to 3:10 വരെ നിർമ്മാല്യ ദർശനമാണ്. കാരണം ഒരു മാല പോലും ആ 3:10 ഉള്ളിൽ അഴിക്കില്ല എന്നുള്ളത് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം കൂടുതൽ ഭക്തർക്ക് അത് ആ നിർമ്മാല്യ ദർശനം ലഭിക്കാനുള്ള മാർഗ്ഗമാണ്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് നെയ്വിളക്ക് ഷീട്ടാക്കുകയാണ്. ഒരാൾക്ക് 1000 രൂപയും 5 പേർക്ക് 4500 രൂപയും നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ, അതായത് ഏകദേശം 2:15 ഭഗവതി നടക്കിലുള്ള നെയ്വിളക്ക് കൗണ്ടറിൽ ടിക്കറ്റ്, നിർമ്മാല്യത്തിനുള്ള ടിക്കറ്റ് അന്നേ ദിവസമാണ് കിട്ടുള്ളൂ, അത് ലഭ്യമാവും. അത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ അവിടെ 2ാമത്തെ വരിയിൽ ഒക്കെയാണ്, അതിലൂടെയാണ് ഈ നെയ്വിളക്കിൻ്റെ ആളുകളെ കടത്തിവിടുക. ആദ്യം അവരെ ഭാഗത്തേക്ക് കടത്തിവിടും. പിന്നെ രണ്ടാമതായിട്ടാണ് ജനറൽ ക്യൂ വരുന്നത്. മുൻപ് VIP ദർശനം കൂടി ആദ്യം വിളിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നു. അത് കാര്യമായൊരു മാറ്റമാണ്. കാര്യമായ മാറ്റം എന്ന് മാത്രമല്ല, അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ, അതായത് വലിയ തിരക്കില്ലാതെ എത്താൻ പറ്റുന്ന ഒരു മാർഗം കൂടിയാണ്. ഇപ്പോഴെങ്ങനെയാണെന്ന് വെച്ചാൽ 2:20, അതായത് ഏകദേശം 2:30ക്കാണ്. പക്ഷേ നമ്മളൊരു 2:15 അവിടെ എത്തി പടിഞ്ഞാറ നട വഴിയാണ്. പടിഞ്ഞാറ നടയിൽ VIP ദർശനത്തിന് പറഞ്ഞ, അതായത് മെമ്പർമാരോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ മന്ത്രിമാർ അങ്ങനെയുള്ള ആളുകളൊക്കെ, ഉദ്യോഗസ്ഥ പ്രമുഖരൊക്കെ പറഞ്ഞ ആളുകളുടെ അല്ലെങ്കിൽ അവരെ പോലെയുള്ളവരുടെ ആ ഒരു പ്രവേശനമാണ്. അത് പടിഞ്ഞാറ നട വഴിയാണ്. ആ പടിഞ്ഞാറ നടയിൽ 2:15 2:30 ആകുമ്പോഴേക്ക് 2:30 ഒരു സെക്യൂരിറ്റി ഓഫീസർ വന്ന് SO വന്ന് അവിടുന്ന് പേര് വിളിക്കും. ആ പേര് വിളിക്കുന്ന ആളുകളെ ആ പടിഞ്ഞാറ നട വഴിയാണ് അകത്തേക്ക് ആദ്യം പ്രവേശിക്കും.
അപ്പോൾ 2:30 തന്നെ അവർക്ക് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശനമുണ്ട്. അത് നമ്മളെ മുൻപത്തെ സീനിയർ സിറ്റിസൺ വരിയിലൂടെ ഇപ്പോഴത്തെ ടോക്കൺ വരിയിലൂടെ കടത്തി വിടുകയാണ് ചെയ്യുക. എന്നിട്ട് അവിടെ ഫ്രണ്ടിലെത്തും. പക്ഷേ നട തുറക്കുന്നത് 3 മണിക്കാണ്. എന്നാലും അവർക്കുള്ളൊരു മെച്ചം എന്താ വെച്ചാൽ മുൻപ് എല്ലാവരും ഗോപുരവാതിൽ കടന്നിട്ട് വേണമായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ തിരക്കുകളിലൊക്കെ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ തിരക്കിൽ പെട്ട് ബുദ്ധിമുട്ടുന്നതുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു മാറ്റം എന്ന തരത്തിലാണ് ഇങ്ങനെ വരുന്ന ആളുകൾക്ക് VIP ദർശനത്തിൻ്റെ ആ ഒരു പരിഗണന അവർക്ക് കിട്ടുന്നുണ്ട്. കാരണം ആ വലിയ തിരക്കിൽ ഉൾപ്പെടാതെ എത്താൻ കഴിയും. വയസ്സായ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ അവർക്കത് വളരെ അനുകൂലമായ ഒരു തീരുമാനം തന്നെയായി. അതുപോലെ തന്നെ നിർമ്മാല്യ ദർശനം മൊത്തത്തിൽ ഫ്ലൈ ഓവർ കയറാതെ തന്നെയാണ്, കൊടിമരം വഴിയാണ് വിട്ടിരുന്നത്. ഇപ്പോഴും ബാക്കിയുള്ളവർക്ക് അതിലൂടെ തന്നെയാണ് വരുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുൻപ് കിഴക്കേ നടയിലായിരുന്നു VIP ദർശനത്തിൻ്റെ ക്യൂ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് പടിഞ്ഞാറ് നടയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിർമ്മാല്യ ദർശനത്തെ പറ്റിയിട്ട്, ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനം എന്ന് പറയുന്ന നിർമ്മാല്യ ദർശനത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് വിശദീകരിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനവും മറ്റ് ദർശനങ്ങളൊക്കെ ലഭിക്കട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.